ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയത് കൊണ്ട് ശോഷിച്ചു പോകണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുക എന്ന വചനമുള്ളത് കൊണ്ട് എന്നും കഷ്ടത അനുഭവിക്കാനല്ല ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നേ. ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നു നീ വർദ്ധിച്ചു പെരുകണമെന്ന്. ദൈവം ഒരു ഭയങ്കര അനുഗ്രഹം കൈമാറി. എന്താണ് അനുഗ്രഹം? വർദ്ധിച്ചു പെരുകുക. എന്നും നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്നും നീ ഇങ്ങനെ കിടന്നാൽ പോരാ, എന്നും നീ ഇങ്ങനെ ആയിരിക്കണം എന്നല്ല ദൈവം പറയുന്നേ. എൻ്റെ ദൈവം പറയുന്നു നീ വർദ്ധിക്കണം, നീ പെരുകണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നും ഇങ്ങനെ ഇരുന്നോ, രക്ഷിക്കപ്പെട്ട നാള് മുതൽ നീ ചാകുന്നത് വരെ ഇങ്ങനെ ഇരുന്നോ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ നാള് മുതൽ നീ ഇങ്ങനെ ഇരുന്നോ. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, ഭൗതിക തലം മാത്രമല്ല, അവൻ ഭൗതിക തലത്തിലും ആത്മതലത്തിലും ഇന്ന് രാത്രി ഒരു വർധനവുണ്ടാകട്ടെ. ഒരു വർദ്ധിച്ച് പെരുകുന്ന അനുഭവം ഈ ദിവസങ്ങളിൽ ദൈവസഭയുടെ മേൽ, ദൈവമക്കളുടെ മേൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരുമാറാകട്ടെ. ദൈവം തന്നതൊന്നാണെങ്കിൽ അതിലെന്നും ഇരിക്കണമെന്നല്ല ദൈവം പറഞ്ഞേ. ദൈവം പറയുന്നു വർദ്ധിച്ചു പെരുകണം. ഇതൊരു അനുഗ്രഹമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു 2025 ഈ 5-ാമത്തെ മാസത്തിൽ ഈ അനുഗ്രഹത്തെ ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ, ആ ബ്ലെസ്സിംഗ് ഈ രാത്രി മേൽ വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുന്നു, ചിലരൊക്കെ വർദ്ധിച്ചു പെരുകട്ടെ.